അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തദബ്ബുർ സീരീസിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച്, അതിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള നമ്മളുടെ ആലോചനകൾ, പഠനങ്ങൾ. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, ഖുർആൻ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പരിശോധിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ കുറേ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലെ 3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാനിലെ 190, 191 വചനങ്ങൾ മാത്രം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. അതിൽ അള്ളാഹു എന്താണ് പറയുന്നത്? ഞാൻ ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇവിടെ അള്ളാഹു പറഞ്ഞ 2 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അതിൽ അള്ളാഹു പറയാം, ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതേപോലെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റങ്ങളിലും, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമ, അവരുടെ വേറെ കുറച്ച് സവിശേഷതകൾ പറയാണ്. യദ്കുറൂന അല്ലാഹ ഖിയാമ, നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന, ഓർക്കുന്ന ആളുകളാണ്. വഖുഊദ, അവർ ഇരുന്നു കൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വങ്ങളിൽ, അവരുടെ സൈഡുകളിൽ കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. വയതഫക്കറൂന ഫി ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് അവർ പറയും, അവരിതിങ്ങനെ ചിന്തിച്ച്, ആകാശം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഒരു ഒരു ഉപകാരമില്ലാതെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖീന ആദാബന്നാർ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അപ്പോൾ ഇത് സത്യവിശ്വാസികളുടെ ഒരു മനോഭാവമായിട്ട്, സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നു അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുള്ളതാണ്. അതും അവർ ചിന്തിക്കുന്ന മാത്രമല്ല പറഞ്ഞത്, അവർ നിന്നാലും ചിന്തിക്കുക അതാണ്, ഇരുന്നാലും ചിന്തിക്കൽ അതാണ്, അവർ കിടന്നുകൊണ്ടും ചിന്തിക്കൽ അതാണ് എന്ന രൂപത്തിലാണ് അള്ളാഹു അത് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പല ആളുകളും പറയാറുള്ളത് എന്താ വെച്ചാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം അടക്കപ്പെട്ടു. അതെ. ഒരാൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ ചിന്തകളില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആയത്തുകളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, ആകാശത്തേക്ക് നോക്കുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ. ഇങ്ങനെ നിരന്തരമായി ഖുർആൻ പിന്നെ കാണുന്നില്ലേ, പഠിക്കുന്നില്ലേ, ഗവേഷണം ചെയ്യുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് പിന്നെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് ഖുർആൻ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളോട് എങ്ങനെയാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത എങ്ങനെയാണ് ഖുർആൻ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിച്ചുകൊണ്ട്, റീസൺഡ് ഫെയ്ത്ത്, ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് അത് കൂടുതൽ ദൃഢമാക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്, ഒന്നിനെക്കുറിച്ചും പഠിക്കരുത്, മനസ്സിലാക്കരുത് എന്നല്ല ഖുർആൻ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയാണ്. ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ ചിന്തിക്കും. ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ചിന്തിക്കുക, പഠിക്കുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, വീണ്ടും പറയാണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് സൃഷ്ടിപ്പിനെ പറ്റി, ഈ പ്രപഞ്ചത്തെ പറ്റി, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്യുന്നത്. അതുവഴി പ്രപഞ്ച
പ്രപഞ്ച പഠനത്തിലേക്കുള്ള ഒരു പ്രോത്സാഹനമാണ് ഖുർആൻ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യകാല മുസ്ലിങ്ങളിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കൃത്യമായി കാണാൻ സാധിക്കും. ഇപ്പം ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിലും അതിനു മുമ്പുമായിട്ടൊക്കെ അവർ നിരന്തരമായിക്കൊണ്ട് കോസ്മോളജിയെ പറ്റി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, അതിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായി അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ അറിയുക, പഠിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഖുർആൻ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പണ്ടത്തെ പണ്ഡിതന്മാരെടുത്ത് നോക്കിയാൽ അവരെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം അഗ്രഗണ്യരായിട്ടുള്ള ആളുകളായിട്ടുള്ള അവരെ Yes. പോളിമാത്സ് എന്ന് പറയാം. അതെ ബഹു വിഷയങ്ങളിൽ എത്രയോ വിഷയങ്ങളിൽ അവർക്ക് വലിയ പാണ്ഡിത്യം ഉണ്ടാവും. അതെ ഇപ്പൊ അവർക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളിൽ, ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കര വിജ്ഞാനീയങ്ങൾ കരസ്ഥമാക്കിയിരുന്ന പണ്ഡിതന്മാരുള്ള ഒരു ചരിത്രം നമുക്കുള്ളത് നമുക്ക് അതിപ്പോ കാണാൻ കഴിയും. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ ഉം. ഒരു നാസ്തികൻ വന്നിട്ട് പിന്നെ ഇമാം റാസി, ഇമാം ഇബ്നു ഹസ്മ് അവരൊക്കെ ശാസ്ത്രീയമായിട്ട് ഖുർആന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ്. അതെ. കാരണം പക്ഷേ വേറെന്തോ സംഭവം. പക്ഷെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അവർ ഒരേ സമയത്ത് ഖുർആനിൽ അഗ്രഗണ്യരായി അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് അതിന്റെ തഫ്സീറുകൾ എഴുതുകയും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ അവർ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി, ഭൂമിയുടെ ആകൃതിയെ പറ്റിയൊക്കെ ശാസ്ത്രീയമായും അതുപോലെ തന്നെ ഫിലോസഫിക്കലിയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക, അതിനാണ് നമ്മൾ സയൻസ് എന്ന് പറയാം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള പഠനമാണ്, ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസ് നിങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് എന്തിനു വേണ്ടിയാണ്, അതൊരു പർപ്പസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കേവലമായി കുറേ ഇങ്ങനെ വിജ്ഞാനങ്ങൾ നേടുക എന്നുള്ളത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കുക, ചിന്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിജ്ഞാനങ്ങൾ നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു പർപ്പസും വേണം. എന്താണത്? അത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ സൃഷ്ടി പഠനങ്ങളിലൂടെയെല്ലാം ഒരു വിനയമുള്ള, ഒരു നല്ല മനസ്സുള്ള ഒരാൾക്ക് എന്താണ് സംഭവിക്കുക, അതാണ് അവസാനത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ പിന്നെ ഇങ്ങനെ പഠിച്ച് ഈ ഭൂമിയുടെ സെട്ടിപ്പിനെ പറ്റി, ആകാശത്തിൻ്റെ സെട്ടിപ്പിനെ പറ്റി, നമ്മുടെ സെട്ടിപ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെ പഠിച്ച് അവർക്ക് അവസാനം അവർക്കൊരു റിയലൈസേഷൻ വരികയാണ്. അതാണ് സുബ്ഹാനക് മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, വൃഥാ സൃഷ്ടിച്ചതല്ല. ഇത് സ്വാഭാവികമായിട്ട് ഏത് സ്ഥൂല പ്രപഞ്ചമാകട്ടെ സൂക്ഷ്മ പ്രപഞ്ചമാകട്ടെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. അതുകൊണ്ടാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നാസ്തികൻ, അയാൾ പോലും പറഞ്ഞതെന്ന് വെച്ചാൽ ബയോളജിക്കൽ ബീയിങ്സിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കിത് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ എ പേർപ്പസ് എന്ന് നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായി എന്തെങ്കിലും ചില ബയാസുകൾ ഇല്ലാതെ പഠിക്കുന്ന ഒരാൾക്ക് ഒബ്വിയസ്ലി തോന്നുന്നത് ഇത് അത്രയും കൃത്യമാണ്. ഇങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇത്രയും വ്യവസ്ഥാപിതത്തിന് എങ്ങനെ വഴിമാറും? ഒരിക്കലും സാധ്യമല്ല. അത്രയും റാൻഡമായ കുറേ പൊട്ടിത്തെറി പോയിട്ട് ഇത്രയും കൃത്യമായൊരു വ്യവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അവിടെ ഒരു വ്യവസ്ഥാപിതത്വം കാണുമ്പോൾ വ്യവസ്ഥയുടെ പിന്നിലൊരു വ്യവസ്ഥാപിതനുണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥ സൃഷ്ടിച്ചവനുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തും. അതാണ് ഇവിടെ പിന്നെ ആ ഒരു റിയലൈസേഷനാണ്. ഒരു മനുഷ്യൻ ഇതൊക്കെ പഠിച്ചാൽ, നിങ്ങൾ ബയാസുകളില്ലാതെ, ഞാനൊരിക്കലും ദൈവത്തെ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് മുകളിൽ ഒരു ശക്തിയെ ഞാൻ അംഗീകരിക്കുകയില്ല എന്നൊരു അഹങ്കാരം, ഒരു ഇൻ്റലക്ച്വൽ അഹങ്കാരം, അത് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയും. സുബ്ഹാനക് മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിന അദാബന്നാർ എന്ന് പറഞ്ഞ് ആ ഒരു സൃഷ്ടി പഠനത്തിലൂടെ സട്ടാവിലേക്ക് എത്തുകയും ആ സട്ടാവിൻ്റെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നൊരു ആലോചനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് അവൻ മാറും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അതിലൂടെ മനുഷ്യന് കിട്ടുന്ന റിയലൈസേഷൻ എന്നുള്ളത് വളരെ സുന്ദരമായി പറഞ്ഞിട്ടൊരായത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മള് വെറും ഈ അത് സത്യവിശ്വാസിയുടെ ഒരു സ്വഭാവമായതുകൊണ്ട് മാത്രമല്ല അള്ളാഹു ഇത് പറഞ്ഞത്. വേറെയും കുറെ ഘടകങ്ങളുണ്ട് എന്തുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ആരാധനകൾ തന്നെ ചിട്ടപ്പെടുത്തിയത് ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾ, 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ, അത് സൂര്യന്റെ ചലനങ്ങളുമായി ബന്ധം, സൂര്യാസ്തമയം, ഉദയം, അങ്ങനത്തെ ഓരോ സംഗതികളെ ആശ്രയിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ മാസപ്പിറവി, ഓരോ മാസത്തെ നിശ്ചയിക്കുന്നത്, ഇതിനൊക്കെ ഇപ്പോൾ ഖുർആനിലടക്കം കൃത്യമായിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വയസ്സനൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മാസപ്പിറവിയെക്കുറിച്ച് ചോദിക്കുന്നു. അത് ജനങ്ങൾക്കുള്ള സമയം നിർണ്ണയിക്കുവാനുള്ള ആവശ്യപ്പെട്ട പ്രതിഭാസങ്ങളാണ് എന്ന രൂപത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇപ്പോൾ
ഈ ചിന്തയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ മതവുമായി കണക്ട് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ച് ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവമാണ്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്ന് നിങ്ങൾ കഴിച്ചാൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അത് ആ രോഗം ശമിക്കപ്പെടും, രോഗത്തിന് ശമനം ലഭിക്കും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഒരുപാട് സഹാബിമാർ വൈദ്യശാസ്ത്രം പഠിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാ രോഗങ്ങൾക്കും ശമനം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു പ്രതീക്ഷ കിട്ടി. ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില രോഗങ്ങൾക്ക് ഇപ്പോൾ ശമനമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നിരാശപ്പെടാറുണ്ട് ചില ആളുകളൊക്കെ. പക്ഷെ ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയാം, ഏത് രോഗം ഉണ്ടായോ അതിനൊക്കെ ശമനമുണ്ട് എന്നൊരു ശുഭാപ്തി വിശ്വാസം ഇസ്ലാം നൽകാം. പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അതാണ് ഇപ്പൊ കിതാബു തുബ് അതെ, ഇസ്ലാമിക ലോകത്ത് എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഖാനൂനു ഫി തിബ് കാനൂൻ എന്ന് പറയും. ഫിത്തിബ്, അതുപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് സഹ്റാവിയുടെ പഠനങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഈ രോഗമുണ്ടെങ്കിൽ ശമനമുണ്ട് എന്ന ഒരു പ്രതീക്ഷ നൽകുകയും അത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, ഖുർആനിൽ അതുണ്ടോ ഇതുണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറിന് മരുന്നുണ്ടോ, അതുപോലെ തന്നെ ഹൃദയങ്ങളുടെ വാൾവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഖുർആൻ ഇത് ഓരോ ശാസ്ത്രീയമായി ഇന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് ഇത് നിങ്ങൾ പഠിക്കൂ എന്ന് പറയാനുള്ള ഗ്രന്ഥമാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ഖുർആൻ ഒരു ബേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇതൊക്കെ പടച്ചവന്റെ സൃഷ്ടിപ്പാണ്. ആ പടച്ചവന്റെ സൃഷ്ടിപ്പ് കൂടുതൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിൽ അന്വേഷിക്കാൻ ഒരുപാടുണ്ട്. രോഗങ്ങളെക്കുറിച്ചാണെങ്കിൽ അതിന്റെ ശമനത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്ന ഒരു പ്രോത്സാഹനം നൽകുകയും ബാക്കി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യൻ പഠിക്കുക, മനസ്സിലാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആരാധനകൾ പോലും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പലപ്പോഴും പല ഇൻസ്ട്രുമെന്റ്സിന്റെയും കോസ്മോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സ് പോലും ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കണ്ടുപിടുത്തത്തിന്റെ പിന്നിൽ നിസ്കാരത്തിന്റെ സമയവും അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും മാസപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ. ആ ന്യൂമോൺ എങ്ങനെയാണ്, ഇതിന്റെ ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇല്ലുമിനേഷൻ എത്രയാണ്, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൊണ്ടാണ് കഅബയുടെ ദിശ മനസ്സിലാക്കാൻ, ഭൂമിയുടെ ഡയമീറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇപ്പൊ ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ, അബ്ബാസി ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് ബൈത്തുൽ ഹിക്മ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഗ്രന്ഥശാലയും ഒരുപാട് പണ്ഡിതന്മാർക്ക് ഒന്നിച്ച് ഡിസ്കോഴ്സുകൾ നടത്താൻ, ഡിസ്കഷൻസ് നടത്താൻ, വലിയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്യാൻ, ഇതിനൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഭൂമിയുടെ ഡയമീറ്റർ കണ്ടെത്തും. ഇപ്പൊ ആസ്ട്രോലോബ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഉപകരണങ്ങൾ, അതിൽ പെട്ട ഒന്നാണ് ആസ്ട്രോലാബ്. അതൊക്കെ ഒരു മുസ്ലിം ഗോൾഡൻ ഏജിന്റെ സംഭാവനകളാണ്. അപ്പൊ ഇതെല്ലാം ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ച പഠനത്തെക്കുറിച്ച്, സയൻസിനെ കുറിച്ച് ഖുർആനിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. ഇതെല്ലാം പടച്ച തമ്പുരാന്റെ, നമ്മെ സൃഷ്ടിച്ച ഏകനായ സട്ടാവിന്റെ സൃഷ്ടിപ്പാണ്. അപ്പോൾ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും ആ സട്ടാവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. പലപ്പോഴും പല ആളുകളും പറയുന്നത് സയൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രാപഞ്ചിക പഠനം വരുമ്പോൾ എന്ത് ചെയ്യും, ദൈവം ഇല്ലാതാകുന്നൊക്കെയാണ് പല ആളുകളും മുൻപ് സ്വപ്നം കണ്ടിട്ടുള്ളത്. അങ്ങനെ പല ആൾക്കാരും എഴുതി ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അന്ന് ആ പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ചുപോയി. പക്ഷേ അവരതിന് ശേഷം ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ, പ്രപഞ്ച പഠനം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു സട്ടാവിന്റെ ആവശ്യകത കൂടുതൽ മനസ്സിലാവാൻ. അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ ഇവിടെ അവസാനം പറഞ്ഞിട്ടുള്ളത് സുബ്ഹാനക. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഏത് പഠിച്ചോളൂ, സൂക്ഷ്മ പ്രപഞ്ചത്തെക്കുറിച്ച്, നിങ്ങൾ ആറ്റത്തെക്കുറിച്ച് പഠിച്ചോളൂ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പഠിച്ചോളൂ, സെല്ലുകളെ കുറിച്ച് പഠിച്ചോളൂ, ന്യൂക്ലിയസിനെ കുറിച്ച് പഠിച്ചോളൂ, ക്രൊമാറ്റിൻസിനെ കുറിച്ച് പഠിച്ചോളൂ. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും അധികം ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഈ സെല്ലിൽ ഇത്രയും വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സുബ്ഹാനക്, നിങ്ങൾക്ക് വളരെ കൃത്യമായി കൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് ആത്മാർത്ഥമായി മുൻധാരണകളില്ലാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്ഥൂല പ്രപഞ്ചത്തെക്കുറിച്ച്, മഹാപ്രപഞ്ചത്തെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും അതിൻ്റെ ചലനങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചു പോയാൽ അവസാനം സുബ്ഹാനല്ലാഹ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ ആ ബയാസുകളില്ലാതെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നിലക്ക് ഖുർആനിൻ്റെ ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ ഈ പാഠങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.